الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മളൊക്കെ പൊതുവിൽ ആഗ്രഹിക്കുന്നതാണ് ഭംഗിയും സൗന്ദര്യവുമൊക്കെ. സൗന്ദര്യത്തിൻ്റെ ഓരോ വിഹിതവും എല്ലാവർക്കും പടച്ച റബ്ബ് നൽകിയിട്ടുമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല പാകതയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. അല്ലയോ മനുഷ്യ, അത്യുദാരനായ നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞ വസ്തുത എന്താണ്? അവനാണ് നിന്നെ സൃഷ്ടിച്ച് പാകപ്പെടുത്തിയവൻ. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിൽ നിങ്ങളെ അവൻ രൂപപ്പെടുത്തി എന്നും ഖുർആൻ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ചിലതിൽ ഏറ്റവ്യത്യാസം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്.
പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചും ഒക്കെ സൗന്ദര്യത്തിന്റെ അവർണ്ണനീയമായ രൂപങ്ങളായി പ്രമാണങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേപോലെ നമ്മളെ ഒക്കെ അള്ളാഹു പടച്ചപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സൗന്ദര്യവും ഭംഗിയും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനും പുറമെ ഓരോരുത്തരും തന്റെ വസ്ത്രം നന്നാകണം, താൻ ഉപയോഗിക്കുന്ന വാഹനവും താൻ ധരിക്കുന്ന ചെരിപ്പുമൊക്കെ ഭംഗിയുള്ളതാകണം എന്ന് ആഗ്രഹിച്ചാൽ അത് കുറ്റകരമായ സംഗതിയല്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാം അതിന് പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഇതേ രീതിയിൽ തന്നെ സ്വഹാബത്ത് ചില സംശയങ്ങൾ ഉന്നയിച്ചു. കാരണം ഖിബറിന്റെ ഗൗരവം, അതിന്റെ അപകടം പറഞ്ഞു കേട്ടപ്പോൾ അഹങ്കാരം മനസ്സിൽ കടന്നുകൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന ശക്തമായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കേട്ടപ്പോൾ അവരിൽ ചിലർ ചോദിച്ചു, പ്രവാചകരെ, ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസന, ഒരാൾ തന്റെ വസ്ത്രം നന്നായിരിക്കണം, ഭംഗിയുള്ളതായിരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ, വനഅലുഹു ഹസന, അയാൾ ധരിക്കുന്ന ചെരുപ്പ് കൊള്ളാവുന്നതായിരിക്കണം, ഭംഗിയുള്ളതായിരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അത് അഹങ്കാരത്തിന്റെ കൂട്ടത്തിൽ പെടുമോ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. ഇന്നല്ലാഹ തആല ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യവാനാണ്, ഭംഗിയുള്ളവനാണ്, അവൻ സൗന്ദര്യത്തെ, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബു അൻ യറാ അഥറ നിഅമതിഹി അലാ അബ്ദിഹി, അള്ളാഹു അവന്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ അവരിൽ ഉണ്ടാവുക എന്നത്, കാണുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സംഗതിയാണ്. എപ്പോഴും ഇല്ലാത്തവനെ പോലെ ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും കോലത്തിൽ ഉള്ളവരും നടക്കുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച സംഗതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ ഭക്തിയുടെ രൂപത്തിൽ അവർക്ക് ഭാര്യയോട് താല്പര്യമില്ല, ദുനിയാവിലെ നല്ല ഭക്ഷണവും വസ്ത്രവും ഒന്നും ഇഷ്ടപ്പെടാതെ കഴിഞ്ഞപ്പോൾ ആ ഭാര്യ എത്രമാത്രം വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു എന്നത് അവരുടെ മുഖത്തിലൂടെ, അവരുടെ പ്രകടമായ ഭാവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം അന്വേഷിക്കുകയും ഭർത്താവിനെ വിളിച്ചു വരുത്തി തിരുത്തുകയും ചെയ്തു. എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, നോമ്പ് ഇല്ലാത്ത, സുന്നത്തായ നോമ്പില്ലാത്ത ദിവസങ്ങൾ എനിക്കുണ്ടാകാറുണ്ട്, ഞാൻ രാത്രി കിടന്നുറങ്ങാറുണ്ട്, രാത്രി ഉറക്കം ഒഴിവാക്കി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാറുണ്ട്, ഇതൊക്കെയാണ് എന്റെ മാതൃക. ഇതൊന്നും പോരാ എന്ന രീതിയിൽ നിങ്ങൾ അതല്ലാത്ത മറ്റു വല്ല മാർഗവും തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അവരെന്റെ മാർഗത്തിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കിയതാണ് എന്ന് സങ്കല്പിക്കുന്ന, എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തേണ്ടതാണ്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിൽ പറഞ്ഞതുപോലെ പള്ളിയിൽ നമസ്കാരങ്ങൾക്ക്, ആരാധനകൾക്ക് കടന്നു വരുന്ന ആളുകളോട് ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ ഓരോ ആരാധനാ വേളയിലും നിങ്ങളുടെ അലങ്കാരങ്ങൾ സ്വീകരിക്കണമെന്നാണ്. അത് മുഷിഞ്ഞ, വൃത്തിയില്ലാത്ത ഏതെങ്കിലുമൊക്കെ പേക്കോലത്തിൽ അല്ല പള്ളിയിലേക്ക് വരേണ്ടത്. മാന്യമായ നല്ല ഒരു രൂപത്തിൽ പടച്ച റബ്ബിന്റെ മുന്നിലാണ് ഞാൻ വന്നു നിൽക്കുന്നത്, ആ റബ്ബ് എനിക്ക് ഇന്ന സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ മാന്യമായ വസ്ത്രത്തോടെ, മാന്യമായ വേഷവിധാനത്തോടെ നമസ്കാരങ്ങൾക്ക്, ആരാധനകൾക്ക് എത്തണമെന്നത് ഇസ്ലാം പഠിപ്പിച്ച സംഗതിയാണ്. അതേപോലെ പെരുന്നാളിന് ദാരിദ്ര്യത്തിന്റെ, പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടിന്റെയും ഇടയിലാണ് പെരുന്നാളുകൾ കടന്നു വരുന്നത് എങ്കിൽ പോലും ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത്, ഭംഗിയുള്ളത്, അത് അലക്കി തേച്ച് വൃത്തിയാക്കി മാന്യമായി വസ്ത്രം ധരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വിടാതെ മിതമായ രൂപത്തിൽ ഇതൊക്കെ വേണമെന്നത് മതം പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മതം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒഴിവാക്കിയതിനു ശേഷം ഒരു സന്യാസ ജീവിതം നയിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയത്. എന്നാൽ സൗന്ദര്യത്തിന്റെ പേരിൽ അതിര് കവിഞ്ഞ കോലം കെട്ടുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാത്ത്, അല്ലാഹു അവന്റെ അടിയാറുകൾക്ക്, അടിമകൾക്ക് വേണ്ടി ഉൽപാദിപ്പിച്ച് ഉണ്ടാക്കിക്കൊടുത്ത അലങ്കാരം,
നല്ല നല്ല സംഗതികൾ ആരാണ് അവർക്ക് വിലക്കിയത്, നിഷിദ്ധമാക്കിയത് എന്ന് ചോദിച്ച ഖുർആൻ തന്നെ, ആ ആയത്തുകൾ ഓതി പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം കാണുന്ന കാഴ്ചപ്പാടുകൾ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൗന്ദര്യമല്ലേ, ഭംഗി ഇസ്ലാം ഇഷ്ടപ്പെടുന്നതല്ലേ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ലേ എന്ന പേരിൽ പലതരത്തിലുള്ള കോലം കെട്ടലും തോന്നിവാസങ്ങളും റബ്ബ് വിലക്കിയതാണെങ്കിൽ പോലും അതൊക്കെ സൗന്ദര്യത്തിന്റെ പേരിൽ വാരിപ്പുണരുന്ന ആളുകൾ മനസ്സിലാക്കണം, അവിടെ ഇസ്ലാം കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് നല്ല ശാരീരികമായ ഭംഗിയും കാന്തിയും ഒക്കെയുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താടിരോമങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ ഭംഗിക്ക് തകരാറാണ്, തടസ്സമാണ് എന്ന രീതിയിൽ അത് വടിച്ചു നീക്കി പുതിയ ഒരു സംസ്കാരത്തെയും പുതിയൊരു ഭംഗിയെയും പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക സങ്കല്പത്തിൽ അതല്ല ഭംഗി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധനും സുന്ദരനുമായിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹാബത്ത് വിശദീകരിക്കുന്നുണ്ട് പ്രവാചകന്റെ രൂപത്തെയും കോലത്തെയും. അതേപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള ഒരു ദേഷ്യം പിടിച്ച സംസാരത്തിന്റെ ഘട്ടം സൂറത്ത് ത്വാഹയിലും അതേപോലെ മറ്റു പല ഇടങ്ങളിലും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ള ചരിത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേത്. അപ്പൊ ദേഷ്യം കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ താടിക്ക് പിടിച്ചു എന്ന ഖുർആനിക പ്രയോഗത്തിൽ നിന്ന് തന്നെ പ്രവാചകത്വത്തിന്റെ അന്തസ്സായി അവരുടെ സൗന്ദര്യത്തിന്റെ രൂപമായി ആ താടിയെ മനസ്സിലാക്കി തരുന്നുണ്ട്. പൗരുഷത്തിന്റെ അടയാളമായി ഇസ്ലാമിക ലോകം അതിനെ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് താടിരോമങ്ങൾ നീട്ടി വളർത്തുവാൻ കൽപ്പിച്ചിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പുണ്യമുള്ള കാര്യമാണ് എന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തെ ഒരു ഇമാമിയങ്ങൾക്കിടയിലും ഒരു മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. അത് നിർബന്ധമാണോ അതല്ല നിർബന്ധമല്ലാത്ത സുന്നത്താണോ എന്ന കാര്യത്തിലെ അവർക്കിടയിൽ തർക്കമുള്ളൂ. 24 മണിക്കൂറും പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് താടി വളർത്തുന്ന ആളുകൾക്ക് പുണ്യം നേടിയെടുക്കുവാൻ സാധിക്കും. അവരുറങ്ങുമ്പോഴും ആ സുന്നത്ത് അവരുടെ കൂടെയുണ്ട്. അതിന്റെ പുണ്യം അവർക്ക് കിട്ടുന്ന അത്രമാത്രം പുണ്യമാണ്. എങ്കിലും പാശ്ചാത്യരെ നോക്കിക്കൊണ്ട് സായിപ്പിന്റെ മുഖം കണ്ടുകൊണ്ട് അതാണ് സൗന്ദര്യമെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ ചെത്തിമിനുക്കുവാൻ തയ്യാറാകുമ്പോൾ സമയവും സമ്പത്തും എല്ലാം ചെലവഴിച്ച് പുണ്യം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയിലാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാചകമുണ്ട്, സുബ്ഹാന മൻ സയ്യന الرجال باللحى. അല്ലാഹു പുരുഷന്മാരെ താടി കൊണ്ട് അലങ്കരിച്ച, അവരെ സൗന്ദര്യവാന്മാരാക്കിയ അല്ലാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന്. അഥവാ സ്ത്രീകൾ പൗരുഷത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നല്ല ഒരു സിംഹത്തിന്റെ ആ രോമങ്ങൾ, അതിന്റെ താടി, അത് വടിച്ചു കളഞ്ഞ ഒരു സിംഹമാണെങ്കിൽ അത് എന്ത് സൗന്ദര്യമായിരിക്കും ഉണ്ടാവുക, അതിന് എന്ത് ഗാംഭീര്യമായിരിക്കും ഉണ്ടാവുക. ഇതുപോലെയാണ് ആദ്യകാല സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിലെ പുരുഷന്മാരുടെ താടിയെ കണ്ടത്. അതേപോലെ തന്നെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിഴച്ച് അതങ്ങനെ നടക്കുമ്പോൾ അത് പാൻസ് ആണെങ്കിലും മുണ്ടാണെങ്കിലും ഒക്കെ നിലത്ത് വലിച്ചിഴക്കലാണ് സൗന്ദര്യം എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ ഇസ്ലാം തിരുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അഹങ്കാരത്തോടുകൂടി ആരെങ്കിലും തന്റെ വസ്ത്രം നിലത്തിലൂടെ വലിച്ചിഴക്കുന്നുവെങ്കിൽ അത് നരകത്തിലാണ് ഏറ്റവും അർഹപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. അതേപോലെ ആധുനിക സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുടെ കൈകൾ പരിശോധിച്ചാൽ നഖം നീട്ടി വളർത്തുന്ന ഒരു ടെൻഡൻസി, ഒരു രീതി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട നഖവും അതേപോലെ തന്നെ രോമഭാഗങ്ങളുമൊക്കെ 40 ദിവസത്തിലധികം അത് ഒഴിവാക്കാതെ നീട്ടിക്കളഞ്ഞാൽ കുറ്റകരമാണ് എന്ന്. അതേപോലെ തന്നെ ആധുനികമായ സൗന്ദര്യത്തിന്റെ രീതിയിൽ പല ആളുകളും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട സംഗതി, അവർ പുരികം പ്ലക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൽ പച്ച കുത്താറുണ്ട്, ആണും പെണ്ണുമൊക്കെ. അതേപോലെ തന്നെ പല്ലുകൾക്കിടയിൽ രാഗി വിടവുണ്ടാക്കി അതാണ് സൗന്ദര്യം എന്ന് സങ്കല്പിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എല്ലാവരെയും ശപിച്ചിട്ടുണ്ട്, അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് യഥാർത്ഥ സൗന്ദര്യം എന്നത് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയ സംഗതിയാണ്. ആ പ്രവാചകനെ പിൻപറ്റലിലാണ് പരിപൂർണമായ സൗന്ദര്യം.
അത് സൗന്ദര്യമായി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈമാനും അമലു സ്വാലിഹാത്തുകളും ഉൾക്കൊള്ളുവാനുള്ള സൗന്ദര്യമുള്ള നല്ലൊരു മനസ്സ് വേണം. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ സംബന്ധിച്ച് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയൊരു അനുഗ്രഹമായി വിശ്വാസികളെ ഉണർത്തിക്കൊണ്ട് പടച്ചറബ് പറഞ്ഞത്, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ ഈമാൻ പ്രിയപ്പെട്ടതാക്കുകയും ആ ഹൃദയങ്ങളിൽ ഈമാൻ അലങ്കരിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ഷിആറുകൾ കണ്ടാൽ വിശ്വാസികൾക്ക് അത് വാരിപ്പുണരാൻ, അത് അനുഗമിക്കാൻ, അത് സ്വീകരിക്കാൻ ഒരു മടിയുമില്ല. അതവർക്ക് സന്തോഷമുള്ള സംഗതിയാണ്. നേരെ മറിച്ച് ഇന്ന് നമ്മൾ കാണാറുണ്ട്, ഏതെങ്കിലും സിനിമാ നടന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേയേഴ്സിന്റെയോ കളിക്കാരുടെ താരങ്ങളുടെ രൂപവും കോലവും അവരുടെ ഹെയർ സ്റ്റൈലും ഡ്രസ് കോഡും ഒക്കെ അത് എത്രമാത്രം വൾഗറാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നിയാലും അതൊക്കെ സൗന്ദര്യത്തിന്റെ പേരിൽ വാരിപ്പുണരുന്ന എത്രയോ ആളുകൾ ഇത് നമുക്കിടയിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഈമാൻ മനസ്സിൽ ഉറപ്പിക്കുവാനും ഈമാൻ അലങ്കാരമായി സ്വീകരിക്കുവാനും സാധിച്ച ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഡ്രസ് കോഡ്, അതേപോലെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏതെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ഒരിക്കലും അരോചകമോ വൃത്തികെട്ടതോ ആയിട്ടല്ല തോന്നുക, അത് സ്വീകരിക്കുവാൻ അവർക്ക് സാധിക്കും. അതേപോലെ ഒരു കവി പറഞ്ഞതുപോലെ, ജമാലുൽ വജ്ഹി മഅ ഖുബ്ഹിൻ നുഫൂസി, ഏറ്റവും നല്ല സൗന്ദര്യം ഉണ്ടാകേണ്ടത് നമ്മുടെ മനസ്സിനാണ്. ആരുടെയെങ്കിലും മുഖത്ത് കാന്തിയുണ്ട്, സൗന്ദര്യമുണ്ട്, പക്ഷേ മഅ ഖുബ്ഹിൻ നുഫൂസ്, അവരുടെ മനസ്സ് മ്ലേച്ഛമാണ്, വിരൂപമാണെങ്കിൽ കഖിൻദീലിൻ അലാ ഖബ്രിൽ മജൂസി, അഗ്നി ആരാധകന്റെ കബറിന്റെ മുകളിൽ തൂക്കിയിട്ട ദീപാലങ്കാരത്തെ പോലെയാണ്. പുറമേ സൗന്ദര്യം സ്ഫുരിക്കുന്നുവെങ്കിലും അകത്ത് വൃത്തികേടുകളും മോശപ്പെട്ടതുമാണ് എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് മറ്റൊരു കവി പറഞ്ഞു, ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസയ്യിനുന, നാം അലങ്കാരത്തിന് വേണ്ടി ധരിക്കുന്ന വസ്ത്രങ്ങളിലൂടെയല്ല യഥാർത്ഥ സൗന്ദര്യത്തെ നമ്മൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത്. ഇന്നൽ ജമാല ജമാലുൽ ഇൽമി വൽ അദബി, അറിവിന്റെയും മര്യാദയുടെയും സൗന്ദര്യമാണ് ഏറ്റവും നല്ല സൗന്ദര്യം. നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സംഗതിയാണ്. അവർ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ഒരു ഫാഷനും ട്രെൻഡും കാണുമ്പോൾ അതിന്റെ പിന്നാലെ സൗന്ദര്യത്തിന്റെ പേരിൽ കൂടുമ്പോൾ നമ്മൾ തിരിച്ച് മനസ്സിലാക്കി കൊടുക്കണം, തിരുത്തി കൊടുക്കണം. സൗന്ദര്യം എന്നത്, ഭംഗി എന്നത് ആണിന്റെയും പെണ്ണിന്റെയും നല്ല അദബും മര്യാദയുമുള്ള, നല്ല അറിവും പക്വതയുമുള്ള ആ പെണ്ണ് അത് സുന്ദരിയാണ്, ആ ചെറുക്കൻ സുന്ദരനാണ് എന്ന ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മാറുവാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്, വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലേക്ക്, അതാണ് പടച്ചറപ്പിന്റെ നോട്ടം. അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ കോലം കെട്ടുന്നവരും നഗ്നത പ്രദർശിപ്പിക്കുന്നവരും അതിലൂടെ എരന്നു വാങ്ങുന്ന ദുരന്തത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീ സൗന്ദര്യം എന്നത് ഇന്ന് വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളത് ലോകം തിരിയുന്ന ആർക്കും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ത്രീത്വത്തെ കമ്പോളവൽക്കരിച്ചിരിക്കുന്ന ആധുനിക സമൂഹം, കോടികളുടെ ബിസിനസ്സാണ് കോസ്മെറ്റിക് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ വിലക്ക് വാങ്ങി മണിക്കൂറുകൾ ചെലവഴിച്ച് അത് ശരീരത്തിൽ പുരട്ടുന്ന, അത് വാരിത്തേക്കുന്ന ആളുകൾ അറിയുന്നില്ല അതിന്റെ പിന്നിലൂടെ വരാനിരിക്കുന്ന ദുരന്തങ്ങളും അപകടങ്ങളും. സമയം അവർക്ക് നഷ്ടമാണ്, സമ്പത്ത് അവർക്ക് നഷ്ടമാണ്, അപകടകരമായ രോഗങ്ങളും സാമൂഹിക പരിസ്ഥിതികളുമാണ് അവർ സമ്പാദിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ആ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുള്ള ആധുനികമായ പല പഠനങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അലർജികൾ മുഖേന ക്യാൻസർ വരെയുള്ള മാരകമായ രോഗങ്ങൾ വരുത്തുവാൻ ശേഷിയുള്ള കെമിക്കലുകളാണ് കോസ്മെറ്റിക് മേഖലയിൽ നമുക്കിന്ന് വാങ്ങുവാൻ കിട്ടുന്നത്. അതാണ് പൈസ കൊടുത്ത് വാങ്ങി മുഖത്തും ശരീരത്തുമൊക്കെ വാരിത്തേക്കുന്നത്. അതിലൂടെ വരുന്ന മാരകമായ രോഗങ്ങൾ അത് ഏതെങ്കിലും മതത്തിന്റെ ആളുകൾ, ഇസ്ലാമിന്റെ ആളുകൾ പറയുന്ന ഒരു തീവ്രവാദമായി കാണേണ്ടതില്ല. സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾ വ്യക്തമായി ഡാറ്റകൾ നിരത്തിക്കൊണ്ട് പറയുന്ന പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഭർത്താവിന്റെ മുന്നിലാണ് ഒരു സ്ത്രീ തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത്. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, സ്വന്തം ഭാര്യയിൽ ഭർത്താവിനൊരു മതിപ്പും താല്പര്യവും സൗന്ദര്യവും കാണുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല,
മറ്റുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരിൽ സൗന്ദര്യം കാണുവാൻ ആളുകൾ കണ്ണു നിറച്ചു നോക്കി നിൽക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സ്വന്തം ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങാറില്ല. അവൾ കടകമ്പോളങ്ങളിലേക്ക് പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രത്തിൽ, ഏറ്റവും നല്ല മേക്കപ്പിൽ പുറത്തു പോകുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെ മുന്നിലെല്ലാം അവൾ സുന്ദരിയാണ്. എന്നാൽ രാത്രി പങ്കിടുന്ന, കിടപ്പറ പങ്കിടുന്ന ഭർത്താവിന്റെ മുന്നിൽ അവൾ അറുപഴഞ്ചൻ വൃത്തികെട്ട വിയർപ്പിന്റെയും ദുർഗന്ധത്തിന്റെയും രൂപമായി അയാളുടെ അടുക്കലേക്കാണ് കിടപ്പറ പങ്കിടാൻ ചെല്ലുന്നതെങ്കിൽ സ്വാഭാവികമായും ദാമ്പത്യ ജീവിതം അവിടെ തകർന്നിട്ടില്ലെങ്കിലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞതുപോലെയുണ്ട്. ആ വാചകങ്ങൾ ഓരോന്നും നമ്മൾ വിലയിരുത്തുമ്പോൾ ഖിയാമത്ത് നാളിൽ, ലോകാവസാനത്തിന്റെ അടുത്ത് ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അപ്പോൾ പറഞ്ഞതാണ്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. ചില സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ നഗ്നകളാണ്, വിവസ്ത്രകളാണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട്. മീറ്ററുകൾ വലിപ്പമുള്ള വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ട്. ആയിരങ്ങളും പതിനായിരങ്ങളും വില കൊടുത്തു വാങ്ങിയ വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ട്. പക്ഷേ വസ്ത്രത്തിൻ്റെതായ ധർമ്മം നിർവഹിക്കാത്ത നഗ്നകളാണവർ. മാഇലാത്തുൻ മുമീലാത്ത്. ചാഞ്ഞും ചെരിഞ്ഞും മറ്റുള്ളവരിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നടക്കുന്ന, വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല. അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ മറ്റുള്ളവർക്കിടയിൽ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന സ്ത്രീകൾ, അത് വലിയൊരു അലങ്കാരമായി ഭംഗിയായി കൊണ്ടു നടക്കുന്ന ആളുകൾ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയത് എങ്ങനെയാണ് എന്നറിയുമോ? ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ. അവർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ സുഗന്ധം, പരിമളം ആസ്വദിക്കുവാൻ പോലും അവർക്ക് സാധിക്കുകയില്ല എന്നാണ്. അപ്പോ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഒക്കെ ഇതൊക്കെ അലങ്കാരമായി ദുനിയാവിന്റെ ഒരു അനുവദനീയമായ സംഗതിയായി കണ്ടുകൊണ്ട് സൗന്ദര്യത്തിന്റെ പ്രദർശനത്തെ ആരെങ്കിലും മതവുമായി കൂട്ടിക്കെട്ടി ഇതൊക്കെ ആകാമെന്ന രീതിയിൽ മനസ്സിലാക്കുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമസ്കരിക്കുന്ന ആളുകളാണെങ്കിലും ദീനി ചിട്ടയിൽ വളരുന്ന ആളുകളാണെങ്കിലും അവരുടെ വസ്ത്രം മാന്യമാകണമെന്ന് തന്നെയാണ്. ഇല്ലെങ്കിൽ സ്വർഗപ്രവേശനം പോയിട്ട് സ്വർഗത്തിന്റെ സുഗന്ധം അതിന്റെ സുഗന്ധം, പരിമളം വിദൂരത്തേക്ക് അടിച്ചു വീശുന്നുണ്ടാകും. ആ സ്വർഗത്തിന്റെ എട്ടയലക്കത്തേക്ക് പോലും അടുക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. തിന്മയിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നവരാണവർ. തിന്മയിലേക്ക് കൂട്ടിക്കൊടുപ്പുകാരായി മാറുന്ന ആളുകൾ നമ്മുടെ ഭാര്യമാരിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഉമ്മമാരുടെയും കൂട്ടത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നത് ദീനിനോടും പടച്ച റബ്ബിനോടും പരലോകത്തിലുമൊക്കെ വിശ്വാസമുള്ള, താല്പര്യമുള്ള സഹോദരങ്ങളും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. മാത്രമല്ല, കുടുംബം തകർക്കുന്നവരാണവർ. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ കച്ചവടച്ചരക്കാക്കി, കാഴ്ചവസ്തുവാക്കി സമർപ്പിക്കുമ്പോൾ കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയുമാണ് അവർ നശിപ്പിച്ചു കളയുന്നത്. അശ്ലീലതകളും അധാർമികതകളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനാണ് അത്തരം ആളുകൾ പരിശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യം ഗൗരവത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ വചനം, 33-ലെ 33 ഓർക്കാൻ എളുപ്പമുണ്ട്. അല്ലാഹു പറയാൻ, വഖർന ഫീ ബുയൂതികുന്ന. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ സത്യവിശ്വാസികളായ സഹോദരിമാരോട് അള്ളാഹുവിന്റെ കൽപ്പന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറങ്ങി നടന്നതുപോലെ നിങ്ങൾ ഇറങ്ങി നടക്കരുത് എന്ന് പറയുമ്പോ, സ്ത്രീകളെ അടിച്ചമർത്തി അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ള ഉള്ളിൽ തളച്ച മതമാണ് ഇസ്ലാം എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതിന് താല്പര്യം എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഐ ലാ തുക്ഫിർനൽ ഖുറൂജ മുതജമ്മിലാത്തിൻ ഔ മുതതയ്യിബാത്തിൻ കആദത്തി അഹ്ലിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ നടന്നതുപോലെ സുഗന്ധം പൂശി ഭംഗിയുടെ സൗന്ദര്യത്തിന്റെ
വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ വല്ലാതെ പുറത്തിറങ്ങി നടക്കരുത്. അല്ലദീന ലാ ഇൽമ ഇൻദഹും വലാ ദീൻ, അവർക്ക് ദീനുമില്ല അതേപോലെ തന്നെ അറിവുമില്ല. അങ്ങനെയുള്ള ജാഹിലിയത്തിലെ ആളുകൾ ചെയ്തതുപോലെ നിങ്ങളുടെ സൗന്ദര്യം ആളുകൾക്ക് ചില കഴുകന്മാർക്കിടയിലേക്ക് എറിഞ്ഞു കൊടുക്കുവാനുള്ള സംഗതിയല്ല. അത് നിങ്ങൾ തുറന്നു കാട്ടി പരസ്യപ്പെടുത്തി അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയും അപകടങ്ങൾ വരാനുണ്ട്. നിങ്ങളുടെ സമൂഹത്തിൽ അരാജകത്വം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ഷർറിന്റെയും ആ ഷർറിന്റെ തിന്മകളുടെ അപകടങ്ങളുടെ കാരണങ്ങളെയും തടയുവാനും തടുക്കുവാനും വേണ്ടിയിട്ടാണ് ഇസ്ലാം ആ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് കൃത്യമായി മുഫസ്സിരീങ്ങൾ ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോസ്മെറ്റിക് വസ്തുക്കളുടെ ഉപയോഗങ്ങളിലൂടെ അവർക്ക് ശാരീരികമായി വരുന്ന അപകടങ്ങൾ, രോഗങ്ങൾ, അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന സമയം അവർ തുലച്ചു കളയുന്നു. അതേപോലെ വസ്ത്രം ധരിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞ ആ വസ്ത്രത്തിന്റെ രീതി, സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ വസ്ത്രം അയഞ്ഞതായിരിക്കണം, ലൂസ് ഉള്ളതായിരിക്കണം. അഥവാ ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിക്കുവാൻ പാടില്ല. പള്ളിയിലേക്ക് വരുന്ന സഹോദരിമാർ വരെയും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നത് മതപരമായ അജ്ഞത കൊണ്ടാണ് എന്ന് നമ്മൾ ധരിക്കുകയാണ്. അതേപോലെ തന്നെ അവർ ധരിക്കുന്ന വസ്ത്രം നിഴലടിക്കുന്നതായിരിക്കരുത്, ട്രാൻസ്പെറന്റ് ആവുവാൻ പാടില്ല. ഉള്ളിലുള്ള മറക്കണമെന്ന് ഇസ്ലാം പറഞ്ഞ ഭാഗങ്ങൾ തെളിഞ്ഞ കാണുന്ന രീതിയിൽ ഒരു ചില്ലുഭരണിയിൽ വെച്ചിട്ടുള്ള മിഠായി പോലെ, മധുര പലഹാരങ്ങൾ പോലെ ഏറ്റവും ഭംഗിയായി പുറത്തേക്ക് കാണിക്കുന്ന രീതിയാണെങ്കിൽ പിന്നെ എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ് എന്ന് പറഞ്ഞത്. അവർക്ക് സ്വർഗമില്ല, സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി മറയണം. അതാണ് ഖുർആൻ പറഞ്ഞതിന്റെ താല്പര്യം. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ഒരു കാര്യം ഉണർത്തുന്നുണ്ട്. ചില ആളുകൾ ഈ ആയത്തുകളെ തെറ്റിദ്ധരിച്ചത്, ഇതുപോലെയുള്ള ഇസ്ലാമിന്റെ കൽപ്പനകൾ കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോലും വരാൻ പാടില്ല, കാരണം ഇതിനൊക്കെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം പള്ളിയിലേക്ക് പോകൽ ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ അത് മനസ്സിലാക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം സ്ത്രീകൾക്ക് അവരുടേതായ ആരാധനാ സ്വാതന്ത്ര്യവും അതേപോലെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും ജോലിയെടുക്കുവാനുള്ള അവകാശവും ഒക്കെ അവർക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം പറഞ്ഞ അതിൻ്റെതായ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അവിടെ തന്നെ രേഖപ്പെടുത്തിയ ഒരു കാര്യം, ഐ ഇൽസംന ബുയൂതകുന്ന ഫലാ തഖ്റുജ്ന ലിഗൈരി ഹാജത്തിൻ, നിങ്ങൾ സദാസമയവും വീടിന് പുറത്ത് കാണേണ്ടവരല്ല, നിങ്ങൾ നിങ്ങളുടെ വീടിനകത്തുണ്ടാകണം. ഫലാ തഖ്റുജ്ന ലിഗൈരി ഹാജത്തിൻ, ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തു പോകുവാൻ പാടില്ല. ആവശ്യങ്ങൾക്ക് പുറത്തു പോകണം എന്നാണ് അതിന്റെ താല്പര്യം. വസ്ത്രം എല്ലാം മറച്ചുകൊണ്ട് വീട്ടിലിരിക്കണമെന്നല്ല. വീട്ടിലിരിക്കുമ്പോൾ ഭർത്താവിന്റെ മുന്നിൽ അവർക്ക് വസ്ത്രത്തിന്റെ കാര്യത്തിൽ വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഏത് വസ്ത്രവും ധരിക്കാം. പുറത്തു പോകുമ്പോഴാണ് ഇസ്ലാം ഈ പറഞ്ഞ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ പുറത്തു പോകുന്നതിന് ഇസ്ലാം വിലക്കുകയല്ല, പോകുമ്പോൾ സുരക്ഷിതമായ മാർഗത്തിലൂടെ മുൻകരുതലുകൾ സ്വീകരിച്ചു കൊണ്ടുപോകണമെന്നാണ്. ഇതിനൊരു കാര്യം കൂടി പറഞ്ഞു, വമിനൽ ഹവായിജി ശർഇയ്യ, മതപരമായ അവരുടെ ആവശ്യങ്ങളിൽ പെട്ടതാണ് അസ്വലാത്തു ഫിൽ മസ്ജിദ്, പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നത്. പക്ഷെ ബിശർത്തിഹി, അതിന്റെ നിബന്ധനകളോടുകൂടെ. സൗന്ദര്യം പ്രകടിപ്പിച്ച് സുഗന്ധം പൂശി മറ്റുള്ളവരെ തിന്മയിലേക്ക് മാടി വിളിക്കുന്ന വേഷവിധാനത്തോടുകൂടിയല്ല പള്ളിയിലേക്ക് പോകുന്ന പെണ്ണും പോകേണ്ടത് എന്ന് പ്രത്യേകം അവിടെ രേഖപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അതേപോലെ തന്നെ മുഖാത്തിൽ ബിൻ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അന്നഹാ തുൽഖിൽ ഖിമാറ അലാ റഅസിഹാ, ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരങ്ങനെ തലയിലിടും. വലാ തശുദ്ദുഹു, അവരത് ഭദ്രമായി കെട്ടിവെക്കുകയില്ല. ഫയുവാരിയ ഖലാഇദഹാ വഖുറതഹാ വഉനുഖഹാ, അവരുടെ മാലയും അവരുടെ കമ്മലും അവരുടെ കഴുത്തുമൊക്കെ മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ മാന്യമായൊരു ശിരോവസ്ത്രമായിരുന്നില്ല അവർ ധരിച്ചിരുന്നത്. വയബ്ദു ദാലിക കുല്ലുഹു മിൻഹാ, മറിച്ച് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മാറും കഴുത്തും അതേപോലെ കമ്മലും മാലയും എല്ലാം മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ
ഒരു പ്രത്യേക രീതിയിലാണ് അവർ വസ്ത്രം ധരിച്ചത്. വദാലിക തബറുജ്, അതാണ് ഇസ്ലാം പറഞ്ഞ വിലക്കിയ സൗന്ദര്യ പ്രദർശനം എന്ന് പറഞ്ഞതിന് താല്പര്യം. സുമ്മ അമ്മത്തിൻ നിസാ അൽ മുഅ്മിനീന ഫി തബറുജ്, ജാഹിലിയ കാലഘട്ടത്തിലെ വൃത്തികേടിന്റെ ആ രൂപം പിന്നെ മുസ്ലിം വിശ്വാസികളായ സ്ത്രീകളിലേക്ക് തന്നെ വ്യാപകമായി തീർന്നു എന്നതാണ് അദ്ദേഹം ഉണർത്തിയൊരു കാര്യം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലം. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം അതിനെ ഒന്നുകൂടി വിലയിരുത്തേണ്ടത് എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ആ ആയത്തിൽ പറഞ്ഞ ഓരോ കാര്യവും ഹാദിഹി ആദാബുൻ അമറല്ലാഹു ബിഹാ നിസാഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിൽ പറഞ്ഞ ഓരോ അദബുകളും മര്യാദകളും വിശ്വാസിനികളായ സഹോദരിമാരോട്, അവരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവാചക പത്നിമാരോട് അള്ളാഹു കൊടുത്ത ഉപദേശവും നിർദ്ദേശങ്ങളുമാണ്. അത് പ്രവാചകന്റെ പത്നിമാർക്ക് മാത്രമാണ് എന്നാരും ധരിക്കേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിലെ മറ്റ് സ്ത്രീകൾ അവരെ മാതൃകയായി അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ അവരെ അനുഗമിക്കേണ്ട, അവരെ മാതൃകയാക്കേണ്ട ഒരു മേഖല കൂടിയാണിത് എന്ന് അദ്ദേഹം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം സൗന്ദര്യത്തിന് എതിരല്ല. ഇസ്ലാം അത് ഒരു പരിധിവരെയും അംഗീകരിക്കുന്നു. പക്ഷെ ഇസ്ലാമിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാം തുറന്നിട്ട് പ്രദർശിപ്പിച്ച് അതാണ് സൗന്ദര്യം എന്ന് ധരിച്ച ആളുകൾക്ക് ദുനിയാവിൽ ദുരന്തങ്ങൾ ഇരന്നു വാങ്ങേണ്ടുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വാർത്തകൾ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അത്തരം അപകടങ്ങളിലേക്ക് അവർ പോകുന്നത് ഖുർആൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക വസ്ത്രധാരണം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ തിരിച്ചറിയാൻ, പാതിവൃത്യത്തിന്റെ നന്മയുടെ ആളുകളാണ്, സ്ത്രീകളാണ് എന്ന് തിരിച്ചറിയാനും നിങ്ങൾ മറ്റുള്ളവരാൽ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ, ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കൂടിയാണ്, സുരക്ഷയുടെ ഒരു മാർഗമാണ് ദുനിയാവിൽ. നാളെ പരലോകത്തോ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുവാനുമുള്ള ഒരു വഴിയാണ് ആ വസ്ത്രധാരണം. അതൊരിക്കലും ഒരു പ്രയാസമായി, ബുദ്ധിമുട്ടായി സഹോദരിമാർക്ക് തോന്നേണ്ടതില്ല എന്നുകൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു വർഷം അവസാനിച്ച് പുതിയൊരു വർഷത്തെ സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ നേരത്തെ സൗന്ദര്യ പ്രകടനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ ദീനീ അതിർവരമ്പുകളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന പല ആളുകളുമുണ്ട്. പുതുവർഷം ഒരാഘോഷമായി കൊണ്ടു നടക്കുന്ന ആളുകളോട് അല്പമൊന്ന് അവരോട് തന്നെ മനസ്സിരുത്തി ചിന്തിക്കുവാൻ ആവശ്യപ്പെടാനുള്ളത്, നമ്മൾ ആഘോഷിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ സന്തോഷം എപ്പോഴാണ് പങ്കുവെക്കുന്നത്? നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടി, ജീവിതത്തിൽ ഒരു വിജയം കൈവരിച്ചു എന്നൊക്കെ നമുക്ക് തോന്നുകയും അറിയുകയും ചെയ്ത സന്ദർഭത്തിലല്ലേ നമ്മുടെ സന്തോഷം പങ്കുവെക്കുക. വാസ്തവത്തിൽ സത്യത്തിൽ ഒരു വർഷം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആയുസിന്റെ കുറെ ഭാഗം നഷ്ടപ്പെട്ടു എന്നല്ലേ അത് അടയാളപ്പെടുത്തുന്നത്. അതിൽ ഒരാൾ സന്തോഷിക്കുകയാണ് വേണ്ടതെങ്കിൽ അയാൾക്ക് ഉറപ്പിക്കുവാൻ സാധിക്കണം, എന്റെ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ശിഷ്ടകാല ജീവിതം എല്ലാ അർത്ഥത്തിലും നേട്ടമായിരുന്നു, നന്മയായിരുന്നു എന്ന്. ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് മരിച്ചങ്ങ് വീണാൽ എന്റെ കാൽ സ്വർഗത്തിലായിരിക്കും എന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ആർക്ക് സാധിക്കും? അതുകൊണ്ട് തന്നെ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തിയതുപോലെ അദ്ദുനിയാ സലാസത്തു അയ്യാം, ദുനിയാവ് എന്ന് പറഞ്ഞത് 3 ദിവസങ്ങളാണ്. അഥവാ
യൗമുൻ മളാ, ഒരു ദിവസം അത് ഇന്നലെയാണ്, കഴിഞ്ഞു പോയതാണ്. നമ്മുടെ ഇന്നലകൾ, പാസ്റ്റ്, കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെ വർത്തമാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് എന്ത് സംഭവിച്ചാലും അത് നേട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഗദൻ ലഅല്ലക ലാ തുദ്രികുഹു, ഭാവി, ഫ്യൂച്ചർ. അത് നമുക്ക് കിട്ടുകയില്ല എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു സാങ്കല്പികമായ സംഗതിയാണ്. ചിലപ്പോൾ നമ്മൾ നാളെ അങ്ങനെ ചെയ്യാം, അടുത്ത വർഷം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്യും. അതിന്റെ ഇടയിൽ തന്നെ നമ്മൾ മരണപ്പെട്ട് പോകുന്ന അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് ഉറപ്പില്ലാത്ത സംഗതിയാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വർത്തമാനകാലം, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഫൻളുർ മാ അൻത ആമിലുൻ ഫീ യൗമിക്. അതുകൊണ്ട് നിന്റെ ഇന്നത്തെ ദിവസത്തിൽ, നീ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രസന്റിൽ നീ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? അബദ്ധങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഖേദിച്ച് പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി തിരുത്തുവാനും നന്മകൾ അധികരിപ്പിക്കുവാനുമൊക്കെ പണിപ്പെട്ടുകൊണ്ട് ഇന്ന് എന്നതിനെ നീ ഉപയോഗപ്പെടുത്തിയാൽ നഷ്ടപ്പെട്ട ഇന്നലെയെയും കിട്ടുമോ എന്നുറപ്പില്ലാത്ത നാളെയെക്കുറിച്ചും നീ വ്യാകുലപ്പെടേണ്ടതില്ല. നിനക്ക് വിജയം നേടുവാൻ സാധിക്കുമെന്ന പ്രസക്തമായ അദ്ദേഹത്തിന്റെ നിരീക്ഷണം വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം ആലോചിക്കേണ്ടതാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ജീവിതം നയിച്ച് പടച്ചറബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി നമ്മെ ആദരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ആദർശ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമുക്കൊക്കെ പരിചയമുള്ള പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം ശാരീരികമായി ചില അവശതകളും പ്രയാസങ്ങളും കൊണ്ട് ഹോസ്പിറ്റലിലാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ അതുപോലെയുള്ള പണ്ഡിതന്മാർക്ക്, പ്രബോധകന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം മനസ്സ് കാണിക്കണം. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗവും വിഷമങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് മാറ്റി പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും അദ്ദേഹത്തിനും നമുക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.